പണം കണ്ടെത്തിയ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക റിപ്പോർട്ട്. വൈദ്യുതി വിഭാഗത്തിൽ നിന്ന് പോലീസ് റിപ്പോർട്ട് തേടി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ജീവനക്കാരിൽ നിന്നും അന്വേഷണ സമിതി ഉടൻ മൊഴിയെടുക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, തീപിടുത്തത്തിന്റെ കാരണം എന്ത് എന്നതിലേക്കൊക്കെ ഇപ്പോൾ എത്തിച്ചേരുകയാണ്. കൂടാതെ ഇതിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു എന്നതാണ്. ഒരു മൊഴിയെടുക്കലിലേക്കുമൊക്കെ അന്വേഷണ സമിതി കടക്കുകയാണല്ലോ. അനുജ, ഈ യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച ആഭ്യന്തര അന്വേഷണ സമിതിയുടെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഇന്നും നാളെയും കൂടി ഈ സമിതി ഡൽഹിയിൽ തങ്ങും. അതിനിടെ യശ്വന്ത് വർമ്മയുടെ ജീവനക്കാരുടെ മൊഴിയെടുപ്പ് അടക്കം പൂർത്തിയാക്കും. ഇതിൽ 5 പോലീസുകാരും നിലവിൽ നിരീക്ഷണത്തിലാണ്. അവരുടെ 5 പേരുടെയും മൊബൈൽ ഫോണുകൾ നേരത്തെ തന്നെ ഡൽഹി പോലീസ് കമ്മീഷണർ വഴി അന്വേഷണ സംഘത്തിൻ്റെ കൈകളിൽ എത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടുകൂടി ഈ മൊബൈൽ ഫോണുകൾ പരിശോധിച്ച് അവർക്ക് മറ്റേതെങ്കിലും തരത്തിൽ ഇതിൽ പങ്കുണ്ടോ, ഗൂഢാലോചനയുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും സമാന്തരമായി തന്നെ നടക്കുകയാണ്. അതേസമയം യശ്വന്ത് വർമ്മയുടെ വസതിയിലുണ്ടായ തീപിടുത്തം അത് ആസൂത്രിതമായ ഒന്നാണോ അല്ലെങ്കിൽ അത് യാദൃശ്ചികമായി സംഭവിച്ചതാണോ എന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു. അത് ഷോർട്ട് സർക്യൂട്ട് ആണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമികമായ നിഗമനം. എന്നാൽ ഇക്കാര്യത്തിൽ വിദഗ്ധ അഭിപ്രായം ലഭിക്കുന്നതിനായി ഡൽഹി പോലീസ് സംഘം വൈദ്യുത വിഭാഗത്തിന്റെ അഭിപ്രായം കൂടി തേടിയിട്ടുണ്ട്. അനുജ, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.